സ്വഭാവം കൂടുതൽ കൂടുതൽ വഷളായി വരുക. ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ. കിടന്നുറങ്ങാൻ നോക്ക്. ഒന്നും സത്യമാവില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. നീ പോയി കിടന്നു. കൊച്ചമ്മ എണീറ്റോ? പിന്നെ എണീറ്റാതെ ഇവിടെ നിന്ന് നിൽക്കോ? ഞാൻ ഇപ്പൊ കാപ്പി തരാം. പിന്നെ കൊച്ചമ്മ സാറ് വെളുപ്പിനെ പോയി, കാപ്പി പോലും കുടിച്ചില്ല. എവിടെ പോയിന്ന്? യൂണിഫോമും പെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നോടൊന്നും പറയാതെ കൊച്ചമ്മ ഉറക്കമല്ലായിരുന്നോ? ഉണർത്തണ്ടാന്ന് വിചാരിച്ചു കാണും. ശരി, നീ കാപ്പി എടുക്ക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, താനത് കാര്യമാക്കണ്ട. അതൊന്നും അമ്മയാണ്. കോളനി പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. താനോട് വിശ്വസിക്കാണോ? സീതാന്റി വെറും പാവമാ. കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരു മകനെ പോലെ അവരെന്നെ കാണുന്നത്. എനിക്ക് രാമുവിനെ വിശ്വാസമാ. അത് പോട്ടെ, ദീപാവലിക്ക് പ്രോഗ്രാംസ് എന്തൊക്കെയാ? ദീപാവലിക്ക് എനിക്കെന്ത് പ്രോഗ്രാം? അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഇല്ലെങ്കിൽ പിന്നെ എന്താ ദീപാവലി? അത് പൊട്ടൊന്നുമില്ല. എനിക്ക് പണ്ട് മുതൽ ഈ പടക്കോ മട്ടപ്പൊക്കെ ഭയങ്കര പേടിയാ. ഏതായാലും ഇനി ഒരു വർഷം കഴിഞ്ഞേ ദീപാവലിയുള്ളൂ. ഇതന്നെ ശരിക്കും അടിപൊളിയാക്കണം. ഇത്ര നിസാര കാര്യത്തിനാണോ താൻ ഇന്നലെ രാത്രി എന്നെ ഫോൺ ചെയ്ത് എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? ശേഷാദ്രി, ഞാൻ പറയുന്ന കേക്ക്. നമ്മളൊക്കെ ജീവിതം എത്ര കണ്ടതാ. ഞാനിതൊക്കെ തന്നോടല്ലാതെ വേറെ ആരോടാ പറയാ? നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ വിഡ്ഢിവേഷം കിട്ടിയ ഒരു കോമാളിയാ. ശരി, അത്ര സംശയമാണെങ്കിൽ അവനെ വീട്ടിൽ മാറ്റി താമസിപ്പിക്കുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് പറഞ്ഞുവിടാം. ശരി ശരി, നമുക്ക് വൈകുന്നേരം കാണാം. ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ
എന്റെ തൊപ്പി തെറിക്കും. ആഭ്യന്തരമന്ത്രി അർജന്റായിട്ട് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിരിക്കുക. വരട്ടേടോ. രാമനാഥൻ കാമുകി കാമുക സംഗമത്തിന് പറ്റിയ സമയം. വേലയുണ്ട്, ചെല്ല്. കാണാം, പലതും കാണാം. പറഞ്ഞു കേട്ടപ്പോ ഞാൻ ഇത്ര വിചാരിച്ചില്ല. എനിക്ക് മനസ്സിലായി. ഇനി അധികം വിശദീകരണം വേണ്ട. കുട്ടി, എന്താ ഇത്? എന്തായിരുന്നു നിങ്ങള്? എനിക്ക് ഇഷ്ടമാ രാമുവിനെ. അവനെ ആരും വലവിശാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കറിയില്ല, സ്നേഹം കിട്ടാതെ വളർന്ന പെണ്ണാണ്. ആ എനിക്കൊരു സാന്ത്വനമായിരുന്നു രാമു. വേണ്ട, എനിക്കിനി അവനെ വേണ്ട. നിങ്ങൾ തന്നെ എടുത്തു. എനിക്കറിയാം നിനക്ക് അതിനോടുള്ള സ്നേഹത്തിന്റെ ആഴം. സ്നേഹമുള്ളിടത്തെ തനിക്കെല്ലാം ഉണ്ടാവൂ കുട്ടി. അവൻ എന്റെ മകനാ. ഞാൻ അവന്റെ അമ്മയും. എന്റെ പ്രസവിക്കാത്ത മകൻ. കുട്ടി തനിയെ പോന്നപ്പോ മുതൽ ആകെ തകർന്നിരിക്കുക എന്റെ മോൻ. കുട്ടിക്കറിയോ പ്രേമത്തിന്റെ ത്രില്ല് ശരിക്കും അറിഞ്ഞവനാണ് ഞാൻ. സീത എന്താ വിചാരിച്ചേ? ഈ മെഡിക്കൽ റെപ്പിന്റെ പണിയെന്ന് പറഞ്ഞ ചുമ്മാ കുട്ടിക്കളയെന്നാ? നല്ലൊരു ഉദ്യോഗസ്ഥൻ ഒന്ന് ചുമ്മാ അതിലുണ്ട് മാഷേ. സാധാരണ ഡോക്ടർമാര് മുതൽ സ്പെഷ്യലിസ്റ്റ് സർജന്മാർക്ക് വരെ മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാ ഈ റെപ്പ്. ആ, അതൊക്കെ പോട്ടെ. ഒരു സർപ്രൈസ് ഉണ്ട്. നാളെ ഒരു കേക്ക് മുറിക്കണം. എന്താ, ബർത്ത്ഡേയാ? ആ, സീതയുടെ ബർത്ത്ഡേ ഡിസംബർ 26. ഓ, അതോർമ്മയുണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് പറ. പിറന്നാൾ തന്നെയാ. എന്റെ സേതുവിന്റെ അല്ല, നമ്മുടെ ദിവ്യപ്രേമ ആരംഭിച്ചിട്ട് ഇന്ന് 4 വർഷം കഴിയുന്നു. നാളെ 5ാം പിറന്നാൾ. എന്നാ പിന്നെ നമുക്ക് അതൊന്ന് ആഘോഷിക്കണ്ടേ? വീട്ടിൽ നിന്ന് അമ്മയുടെ പെർമിഷൻ വാങ്ങി. ഇനിയിപ്പോ നമ്മുടെ കല്യാണ കാര്യത്തെ പറ്റി വീട്ടുകാർ തമ്മിൽ സംസാരിച്ചോളൂ. വലിയ ആർഭാടമൊന്നും ഇല്ലാതെ മതി കല്യാണം. അങ്ങനെ തീരെ കുറക്കുകയൊന്നും വേണ്ട. ഇപ്പൊ തന്നെ എന്റെ അമ്മ ആരംഭിച്ചു കാണും ഒരുക്കങ്ങളെ. എന്റെ വീട്ടിലെ സ്ഥിതി സേതുവിനറിയാലോ. എന്റെ മണ്ടി പെണ്ണെ, കല്യാണ ചെലവിനെ പറ്റിയൊന്നും താൻ പേടിക്കണ്ട. ഒക്കെ ഈ സേതുരാമൻ ഏറ്റു. ഈ ലോകത്തിൽ എന്റെ അത്രയും ഭാഗ്യമുള്ള മറ്റൊരു പെണ്ണുണ്ടായെന്ന് തോന്നുന്നില്ല. സേതുവിനെ എനിക്ക് കിട്ടിയല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ സേതുവിനെ എനിക്ക് നഷ്ടപ്പെട്ടു. എങ്ങനെയെന്നറിയണ്ടേ? ഒരു ആക്സിഡന്റ് ആയിരുന്നു. തിരിച്ചു വരാത്ത ലോകത്തേക്ക് എന്നെ തനിച്ചാക്കി എന്റെ സേതു പോയി. എല്ലാം നഷ്ടപ്പെട്ട് ആകെ തകർന്ന് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. കുടുംബം, പട്ടിണി, 3 അനുജത്തിമാർ. എനിക്ക് മറ്റു വഴിയില്ലായിരുന്നു മോളെ. സമ്മതിക്കേണ്ടി വന്നു. സഹോദരിമാർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി
ഒരു രണ്ടാം കെട്ടുകാരന്റെ ഭാര്യയാവാൻ ഞാൻ സമ്മതിച്ചു. പക്ഷേ സ്നേഹം കൊണ്ട് എന്നെ പൊതിയുന്ന അദ്ദേഹം ഇന്നെന്റെ ദൈവമാണ്. സ്റ്റെല്ല, നീ എന്റെ മോള, എന്റെ രാമന്റെ പെണ്ണ്. ആന്റി മാപ്പ്. എനിക്ക് ശ്രീരാമിനോട് ഒരിഷ്ടക്കുറവും ഇല്ല. നിനക്കങ്ങനെ എന്നോട് പിണങ്ങാനും പറ്റില്ലല്ലോ. എന്റെ പ്രശ്നം ഇപ്പൊ അതൊന്നുമല്ല. എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് ഓടിക്കണം. ആരെ? നിന്റെ കസിൻ ബ്രദറിനെയോ? അവൻ അവിടെ ഉള്ളിടത്തോളം എന്റെ ആഗ്രഹം നടക്കില്ല. എന്തൊക്കെയാണെങ്കിലും ശ്രീനിയുടെ അമ്മയുടെ സ്ഥാനം അവർക്ക്. അമ്മ എന്റെ അച്ഛന് വയസ്സാം കാലത്ത് പറ്റിയ ഒരു അബദ്ധം, അല്ലാണ്ടെന്താ? ആ ശരി, അതല്ല നിന്റെ പേഴ്സണൽ കാര്യം. ഇപ്പൊ ആ പയ്യനെ ഒഴിവാക്കി തന്നാൽ എനിക്ക് എത്ര കാശ് വേണേലും ഈ ശ്രീറാം തരും. ആ ലോഡ്ജ് മുറിയാണെന്ന് നീ വിചാരിക്കണ്ട. ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് തന്നെ ഉണ്ടായിത്തരാൻ ആവുന്നതവിടെ. വിഷമിക്കാനൊന്നുമില്ല, എല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്ത് വിഷമമുണ്ട്? ഞാനും ഇവിടുന്ന് മാറണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇതിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കാലത്തും വൈകുന്നേരത്തുമുള്ള നിന്റെ നടത്തും കുറഞ്ഞു കിട്ടും. ശരി അങ്കിൾ, അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എന്തുകൊണ്ടും അതാണ് നല്ലത്, അല്ലേ ശ്രീതേ? ഒറ്റയ്ക്കാവുമ്പോ അവന് കുറച്ചുകൂടി ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവും. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനൊന്ന് അന്വേഷിക്കുകയും ചെയ്യാം. എന്താ അർജന്റായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ആ ഭാഗം ക്ലീൻ. നീ കാര്യം പറ. ആ രാമനാഥന്റെ കാര്യേ, വീട്ടിൽ സ്ഥിരമായിട്ട് നിന്നാലല്ലേ വല്ലതും അറിയൂ. നീ വളച്ചു കേട്ടാ ജാനു? ആ ചെക്കനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടുവെന്ന്. പറഞ്ഞു വിട്ടുന്നോ? അതെ, താമസം ഇവിടുന്ന് മാറ്റി. ഇപ്പൊ ഏതോ ഹോസ്റ്റലിലോ ലോഡ്ജിലോ മറ്റാണ്. ആരാ മാറ്റിയത്? ശ്രീയുടെ അച്ഛൻ. ഇനിയിപ്പൊ നമ്മുടെ കല്യാണക്കാര്യത്തെ പറ്റി ഉടനെ ചിന്തിക്കണം. അതൊക്കെ സമയം പോലെ നടക്കും. നീ വേഗം നടന്നു. പ്ലീസ്
ഏതോ റൂമിലേക്ക് താമസം മാറ്റിന്ന് പറഞ്ഞപ്പോ താൻ വിചാരിച്ചു വല്ല കുടുസ് മുറിയായിരിക്കുന്നല്ലേ? ഇനിയിപ്പോ സ്വതന്ത്രമായിട്ട് രാമുവിനെ എപ്പോ വേണമെങ്കിലും എനിക്ക് കാണാലോ. ആ, എപ്പോഴും കാണാനല്ലേ എന്റെ ഫോട്ടോ ഒരെണ്ണം തന്നത്. ഫോട്ടോ മാത്രം കണ്ടാ മതിയോ? പോരെ?